കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പണിയാട്ടോ കൂട്ടുകാരെ ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാട്ടോ. എന്താണെന്നറിയാം, ഈ പുളി മൊത്തം കണ്ടിക്കണം, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുരുവെല്ലാം കളയണം. കുരു കളഞ്ഞിട്ട് ഇതിങ്ങനെ തുളയിടണം, തുളയിട്ടിട്ട് നൂലയിൽ ഇങ്ങനെ കോർക്കണം. നമ്മൾ മാല പോലെ ഇങ്ങനെ കെട്ടി 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 കോർക്കണം. നല്ല പണിയാട്ടോ. ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം വന്ന് ഇതിങ്ങനെ ചെയ്തിട്ട് ഞാൻ വേറെ പണിക്ക് പോകും. എന്നാണെന്നറിയോ, ഇതുകൊണ്ട് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, വേറെ ഇഷ്ടംപോലെ പണിയുണ്ട്. തുണിയലക്കമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് സാധനം ശരിയാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. കണ്ടോ കളർ മാറ്റം കണ്ടോ? അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ തീയുടെ ചോട്ടിൽ ഇത് പുക കൊള്ളിക്കാൻ ഇടണം. പക്ഷേ ഇതുണ്ട്, ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് 2-3 വന്ന് ചെയ്യും, എന്നിട്ട് വേറെ പണിക്ക് പോകും. എൻ്റെ കുരു കണ്ടോ? നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പുളിയൊക്കെ കാണും, അവിടെ ഇവിടെ ഒരെണ്ണമൊക്കെ കിടക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ കുരുവിന് നല്ല മധുരം കേട്ടോ. പക്ഷേ നമ്മുടെ പല്ലേലൊക്കെ അങ്ങ് കറയാവും കേട്ടോ, ഒരു ചെറിയ കറയുണ്ട്. ഇത് കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. എന്നാണെന്നറിയാം, കണ്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഇതുകൊണ്ട് ഒരു മഞ്ഞ പശ കണ്ടോ? ഈ മഞ്ഞ പശ കത്തിയെ കയറി പിടിക്കും. കത്തിയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കത്തിയുടെ മൂർച്ച കുറയും. അപ്പം നമുക്ക് ഇത് എടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കത്തിയുടെ മൂർച്ച പോകും, പുളി കണ്ടിക്കും. അപ്പം നമ്മൾ പഴയ കത്തികളൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ പുളി കണ്ടിക്കാനായിട്ട്. കത്തിക്ക് അപ്പടി മൂർച്ച പോകും. പിന്നെ നമ്മൾ അതെല്ലാം ചിരണ്ടി പിറക്കി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുറിക്കണം, അല്ലെങ്കിൽ മുറിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മാല പോലെ ഉണ്ടാക്കിയത് അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്, അത് ഉണങ്ങി. നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഇതാട്ടോ എൻ്റെ കൊച്ചടുക്കളയാട്ടോ. രാവിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് പിള്ളേരെ സ്കൂളിൽ വിട്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ അടുപ്പിട്ട് എല്ലാം ചെയ്ത് രാവിലെ ഇച്ചിരി ചക്കപ്പുഴുക്ക് വേവിച്ചായിരുന്നു. ചക്കപ്പുഴുക്കും തോരൻ കറിയൊക്കെ വിട്ട് പിന്നെ പിള്ളേരെ വിട്ടു. ഇതാ കൂട്ടുകാരെ കണ്ടോ, ഞാൻ ഇന്നാൾ ഷോർട്ട് ഇട്ടായിരുന്നു കേട്ടോ, ഇത് കോർക്കുന്നതൊക്കെ കണ്ടോ? നമ്മൾ അതുപോലെ ഇരിക്കുന്ന പുളി നമ്മൾ ഈ രാവിലെയും വൈകുന്നേരവും രാത്രിയിലെല്ലാം നമ്മളിങ്ങനെ ചെറിയ തീ ഇതിന് കൂട്ടി കൂട്ടി കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ നല്ല തീ വേണം ഇത് ഉണങ്ങി ഒന്ന് എടുക്കണമെങ്കിൽ. ഇതിപ്പോൾ ഒരാഴ്ച മിച്ചമായിട്ടോ ഈ പുളി ഞാനിങ്ങനെ ഇട്ടിട്ട്. ഇപ്പം ഇത് എടുക്കാറായതാട്ടോ. എന്നിട്ട് എടുത്തിട്ട് വേണം മറ്റേത് ഇടാനായിട്ട്. നല്ല കഷ്ടപ്പാടാട്ടോ. കാരണം പറഞ്ഞാൽ പുളി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇത് എളുപ്പമുള്ള പരിപാടിയാണ്, നല്ല പണിയാണ്. പിന്നെ എപ്പോഴും തീയും വേണം. ചെറുപയർ അടുപ്പത്തിട്ടതാട്ടോ കറി വെക്കാനായിട്ട്. നല്ല തീ വേണം, എന്നിട്ട് എപ്പോഴും തീ കത്തിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് ചീത്തയാകും, പെട്ടെന്ന് പൂപ്പൽ വരും. നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് പുളി എന്ന് വെച്ചാൽ. കാണുമ്പോൾ പിന്നെ മീൻ കറിക്കകത്തൊക്കെ ഇടുമ്പം കിടക്കുമ്പോൾ അല്ലേ, ഇതൊക്കെ മീൻകറിക്ക് ഇതില്ലെങ്കിൽ ഒട്ടും പറ്റത്തുമില്ല. പക്ഷേ ഇതിന് നല്ല റിസ്ക്കുള്ള പരിപാടി കേട്ടോ ഇത്. ഇതുണ്ട് കൂട്ടുകാർ, ഇതുണ്ടോ കത്തിയേൽ മൊത്തം കറ പോലെ ഇരിക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം ഇതുകൊണ്ട് കണ്ടിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ്. കുറച്ച് നേരം പുളി കണ്ടിക്കും, പിന്നെ ഓടിപ്പോയി. രാവിലെ തൊട്ട് ഞാൻ ഈ പുളിയുടെ പരിപാടി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മിറ്റം അടിക്കാൻ പോയി, തുണി അലക്കാൻ പോയി, തേച്ച് മഴക്കാൻ പോയി, അങ്ങനെ ഓരോരോ പണിയും ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് ഇന്ന് ഞാൻ വൈകുന്നേരം ആകുമ്പോഴേലും ഇതൊന്ന് കോർത്ത് ഇന്നിടണം, അല്ലേ സാധനം മൊത്തം ചീത്തയായി പോകും. നല്ലൊരു പൂ കണ്ടോ കൂട്ടുകാരെ? ഇത് കയ്യാലേക്കൂടെ ഇങ്ങനെ വെക്കുന്നതാണ്, കയ്യാലേക്കൂടെ ഇങ്ങനെ വെക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ പല കളറുണ്ട്. ഞാൻ നിങ്ങളെ നീലാമ്പരി കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ. ഇത് കണ്ടോ കൂട്ടുകാരെ, നീലാമ്പരി നിൽക്കുന്നുണ്ടോ? കണ്ടോ? മുടിക്ക് ഒക്കെ നല്ല കേട്ടോ, തലയിൽ താളിയായിട്ടും ഒക്കെ നീലാമ്പരി ഇടാം കേട്ടോ, നല്ല കേട്ടോ. എനിക്കൊരു കുഞ്ഞ് തൈ ഉണ്ടായി വന്നതാട്ടോ. അവത്തേന്ന് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇല കുറച്ച് ഞാൻ പറിച്ച് ഞാൻ എണ്ണ കാച്ചാനായിട്ട് എടുത്തു. പിന്നെ നമ്മുടെ ബന്ധിത്തൈയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഭയങ്കര ചീവീടിൻ്റെ ശബ്ദം, അതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിത് അതേപടി തന്നെ ഇടാമെന്ന് ഓർത്തുണ്ട്. എൻ്റെ പേരയിൽ പേരയ്ക്കൊക്കെ ഉണ്ടായി കേട്ടോ കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും നന്ദി, എൻ്റെ വീഡിയോസൊക്കെ കാണണേ.